ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ കണ്ണൻ്റെയും മഹിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്കും കരുണയുടെ ഉണ്ണിയുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ടാണ് എല്ലാ പലഹാരങ്ങളും തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടുക്കളയിലാണെങ്കിൽ അങ്ങനെ കരുണയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോൾക്കും നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ കണ്ണനും മഹിയും ഇങ്ങോട്ടേക്ക് വരും. ഇതൊക്കെ ആഘോഷിക്കണ്ടേ, നമുക്ക് ഉണ്ണിമോനെ വിളിക്കണ്ടേ, നീ എന്ന് ചെന്ന് ഉണ്ണിമോനെ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊന്നും ആഘോഷിക്കാൻ എനിക്കിനി ഭർത്താവില്ല. ഭർത്താവ് ഉണ്ടെങ്കിലേ ഇതൊക്കെ ഞാൻ ആഘോഷിക്കേണ്ടി വരുള്ളൂ. എന്തായാലും എൻ്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ടെന്നൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഇപ്പം നിൻ്റെ അമ്മ. അവൾക്ക് നല്ല അഹങ്കാരം കൂടിയിട്ടുണ്ട്. കാരണം കമലേശ്വരം വീടിൻ്റെ സ്വത്ത് മൊത്തം ഇപ്പോൾ അവളുടെ മോളുടെ പേരിനാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് അവളിപ്പോൾ അഹങ്കരിക്കുന്നതും എന്നൊക്കെ മോഹിനിയോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ സ്വത്തിനോടൊന്നും ആർത്തി ഉണ്ടായിരുന്നില്ല. അത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോള് സന്തോഷമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അതുമാത്രമാണ് എനിക്കിപ്പോൾ അഹങ്കരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ, നിൻ്റെ മകളാണെങ്കിൽ ഇവിടെ ഒരു വേലക്കാരിയെ പോലെയായിരുന്നു താമസിച്ചിരുന്നത്. അതുപോലും അവൾക്കുണ്ടായിരുന്നു. ആ വേലക്കാരിയുടെ സ്ഥാനം പോലും എൻ്റെ ഈ കരുണമോൾ കൊടുത്തിട്ടില്ല. പിന്നെയാണോ അവൾ അവിടെ രാജകുമാരിയെ പോലെ കഴിയുന്നത്? അതൊന്നും നിൻ്റെ ഇളയ മോൾക്ക് സഹിക്കുന്നില്ലെന്നുള്ളത് നിനക്കറിയാലോ. പിന്നെ നീയൊക്കെ എന്തിനാ അതിനെ സന്തോഷിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് നിൻ്റെ മൂത്ത മകളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ 2 മക്കളും ഒരുപോലെയാണ്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും അല്ല, 2 മക്കളും നിങ്ങൾക്ക് ഒരിക്കലും ഒരുപോലെയല്ല. കാരണം നിങ്ങൾക്ക് അവളാണ് എല്ലാം എന്നൊക്കെ ഇങ്ങനെ മോഹിനിയോട് പറയുന്നുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ മുത്തശ്ശിയൊക്കെ നിനക്ക് വേറെ വേറെ ആൾക്കാരാണല്ലോ. നിൻ്റെ മുത്തശ്ശിയും അച്ഛനൊക്കെ ആണല്ലോ നിനക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാണല്ലോ നീ വളർന്നത്. അതുകൊണ്ടാണ് നിൻ്റെ സ്വഭാവം ഇങ്ങനെയും എൻ്റെ മകളുടെ സ്വഭാവം അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോഹിനിയോട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താണ് ഒരുപാട് ഇവിടെ കിടന്ന് നെകളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എൻ്റെ മകൻ്റെ വീടാണെന്നൊക്കെ മോഹിനിയോട് നമ്മുടെ മുത്തശ്ശി പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ്റെ വീടോ? ഇത് എൻ്റെ ഭർത്താവ്, എൻ്റെ ആദ്യ ഭർത്താവ് എനിക്ക് തന്ന വീടാണിത്. ഇത് എൻ്റെ പേരിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഞാൻ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളൊക്കെ ഇറങ്ങേണ്ടി വരും. അത് നിങ്ങൾക്കൊന്നും ഇതിനായിട്ട് മനസ്സിലായിട്ടില്ലേ? ഇവിടെ കിടന്ന് നിങ്ങളധികം നെകളിക്കാതിരിക്കുക എന്നൊക്കെ മോഹിനി മുത്തശ്ശിയോട് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ മഹി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ പെട്ടെന്ന് വരുന്നത് കണ്ടിട്ട് കണ്ണാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ഇപ്പം എന്താ ഇവളും ഇവളുടെ അമ്മയൊക്കെ മുഴുവനായിട്ട് അമ്പലവാസികളായോ? എപ്പോൾ നോക്കിയാലും അമ്പലത്തിൽ തന്നെയാണല്ലോ എന്നൊക്കെ ദുർഗ പറയുമ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആരെയും ദ്രോഹിക്കാനോ ആർക്കും നല്ലത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകാറില്ല അമ്പലങ്ങളിൽ. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ട് ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി അങ്ങനെ റൂമിലോട്ട് പോകാൻ നേരത്താണെങ്കിൽ മഹാലക്ഷ്മിയോട് ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളോടും കൂടെ പറയണം. കാരണം ഞങ്ങളോട് നിങ്ങളൊന്നും ഇപ്പോൾ പറയാറില്ലല്ലോ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളോട് പറയാതിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് മഹാലക്ഷ്മി പറഞ്ഞതിന് ശേഷമാണെങ്കിൽ മഹാലക്ഷ്മി റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ദുർഗയോട് സംസാരിച്ച് മഹാലക്ഷ്മി റൂമിലോട്ട് പോകാൻ നേരത്തെ തന്നെ മഹാലക്ഷ്മിയുടെ കാലിടറി മഹാലക്ഷ്മി അവിടെ തെന്നി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ദുർഗയും കണ്ണനും മഹാലക്ഷ്മി എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണാണെങ്കിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് മഹിയെ എടുത്ത് നിൽക്കുകയാണ് അവിടെ കാണുന്നത്. പക്ഷെങ്കിൽ ആ രംഗത്ത് മഹിയാണെങ്കിൽ ദുർഗ കാണുമല്ലോ എന്ന് പോലും ഓർക്കാതെ കണ്ണേട്ടൻ്റെ കൈ പിടിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണാണെങ്കിൽ അങ്ങനെ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റുള്ള കാര്യം ദുർഗ മനസ്സിലാക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ ഇത്രയും കാലം വീൽ ചെയറിലിരുന്ന ഇവൻ എങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്നുള്ള ഇതിൽ നോക്കി നിൽക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് തന്നെയായിരുന്നു മഹാലക്ഷ്മി വീണ സമയത്ത് എഴുന്നേറ്റ് വന്ന് മഹിയെ എടുത്തത്. അങ്ങനെ എല്ലാവരും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു നിമിഷമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം. അപ്പോൾ ബായ്.